السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ അഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ വൻപാപങ്ങളെക്കുറിച്ചാണ് ഈ കിതാബിൽ ഓരോ അധ്യായമായി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. വൻപാപങ്ങൾ പല രൂപത്തിലാണ്. അവ ഓരോന്നും ഓരോ അധ്യായമായി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ അധ്യായവും നൽകിയിട്ടുള്ളത്. ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന വൻപാപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നാവിലൂടെ സംഭവിക്കുന്ന വൻപാപങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നത്. 23 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ വായിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും വൻപാപങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ, ഓടിയകലാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ, അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. 24-ാമത്തെ അധ്യായമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫിൽ കദിബി വൽ മസ്ഹി വനഹ്വിഹി. കളവ്, അതുപോലെ കളവ് കലർന്ന തമാശ, അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. തൊട്ടു മുന്നേ നമ്മൾ വായിച്ച അധ്യായം കളവുമായി ബന്ധപ്പെട്ട അധ്യായമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലും ഗൗരവതരമായ താക്കീതുകൾ നൽകിയ കാര്യമാണ് കളവ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുതരമായ അപകടത്തിൽ നിന്നും ഓടി അകലേണ്ടവനാണവൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുള്ള കളവ് കലർന്ന സംസാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നിഷേധികളുടെ, മുനാഫിക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരിക്കലും മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളല്ല. ഈ അധ്യായം സഹോദരങ്ങളെ, കളവ് വരുന്ന വ്യത്യസ്ത വഴികൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ പരിഹസിക്കാൻ, ജനങ്ങളെ ചിരിപ്പിക്കാൻ, ജനങ്ങളെ കളിയാക്കുവാൻ വേണ്ടി കളവ് കലർന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അത് വൻപാപമാണ് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആദ്യമായി അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ ആയത്താണ് തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത്.
അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖാലൂ അതത്തഖിദുനാ ഹുസുവാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഖാലൂ, അവർ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവാ, നീ ഞങ്ങളോട് തമാശ പറയുകയാണോ? നമ്മോട് നീ തമാശ പറയുകയാണോ? നമ്മെ കളിയാക്കുകയാണോ? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, അറിവില്ലാത്ത അജ്ഞരായ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുന്നതിൽ നിന്നും അള്ളാഹുവിനോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായി, സമുദായവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം വിശദീകരിക്കവെയാണ് അല്ലാഹു തആല ഇത് നമ്മെ അറിയിക്കുന്നത്. അഥവാ ബനൂ ഇസ്രായേലിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ആരാണ് കൊല ചെയ്തത് എന്നത് അന്വേഷിക്കുമ്പോൾ അല്ലാഹു തആല ഒരു മുഅ്ജിസത്ത് എന്നോണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഖൗമിനോട് പറയുക, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഒരു പശുവിനെ അറുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമെടുത്ത് മരിച്ച ആളുടെ ദേഹത്തടിക്കുക. അപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് പറയും ആരാണ് അയാളെ കൊന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, ഇതാ അല്ലാഹു തആല നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖൗമ് പറഞ്ഞ വാക്കാണിത്. ഖാലൂ അതത്തഖിദുനാ ഹുസുവ, നീ എന്താ നമ്മളെ പരിഹസിക്കുകയാണോ? നീ ഞങ്ങളെ കളിയാക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, അറിവില്ലാത്ത വിവരമില്ലാത്ത അജ്ഞരായ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ജനങ്ങളെ പരിഹസിക്കാൻ, അവരെ കളിയാക്കാൻ വാക്കുകൾ പറയുക, സംസാരിക്കുക എന്നത് ശരിയല്ല. അള്ളാഹുവിൻ്റെ ഒരു റസൂൽ ഖൗമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണിത്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കാനോ അവരെ കളിയാക്കാനോ സംസാരിക്കരുത്, കളവ് പറയരുത് എന്നാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ തിരിച്ചു ചോദിച്ചത് നീ നമ്മളെ പരിഹസിക്കുകയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ കളവ് പറയാണോ, നീ ആളെ കളിയാക്കുകയാണോ, ആളെ തമാശയാക്കുകയാണോ എന്ന അർത്ഥത്തിലാണ് അവർ ചോദിച്ചത്. ആ സ്വഭാവം ഒരിക്കലും ഒരു മുഅ്മിനിന് യോജിച്ചതല്ല, ഒരു സാധാരണ ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കലും ജനങ്ങളെ പരിഹസിക്കാൻ സംസാരിക്കുകയില്ല, ജനങ്ങളെ കളിയാക്കാൻ വേണ്ടി സംസാരിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. അല്ലാഹു തആല സുദീർഘമായി അത് സംസാരിക്കുന്നുണ്ട്, നമ്മെ അറിയിക്കുന്നുണ്ട്. ആ ഖൗമ് ഒരുപാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ടവരാണ്, പക്ഷെ അവർ ധിക്കാരികളാണ്. ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവർ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അവർ തിരിച്ചു ചോദിച്ചു, എങ്ങനെയുള്ള പശുവാണ്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, പ്രായമുള്ളതോ തീരെ പ്രായം കുറഞ്ഞതോ പാടില്ല, അതിനിടയിലുള്ളതായിരിക്കണം. അപ്പം അത് പറഞ്ഞപ്പോൾ അവർ വീണ്ടും അടുത്ത ചോദ്യം, ഏത് നിറത്തിലുള്ളതായിരിക്കണം? അല്ലാഹു തആല പറഞ്ഞു, തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം. അവരാകെ കുടുങ്ങി. വീണ്ടും ചോദിച്ചു, പശുക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ എത്തുമുടിയും കിട്ടുന്നില്ല, വീണ്ടും ചോദിക്കണം. അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, നിലം ഉഴുതുന്ന, വെള്ളം നനക്കുന്ന, കൃഷിക്ക് വെള്ളം നനക്കുന്ന
അതുപോലെയുള്ള കേടുപാടുകളുള്ള ന്യൂനതകളുള്ള പശുവാവരുത്. ഇതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ടുള്ള നേരത്തെ പറഞ്ഞ നിറത്തിലുള്ളത് മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് ആ പശുക്കുട്ടിയെ സംഘടിപ്പിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു ഇൻഷാ അല്ലാഹ്ന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കതിനെ കിട്ടുകയുണ്ടായി. അങ്ങനെ അവർ അതിനെ അറുക്കുകയും അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് അയാളെ അടിക്കുകയും അഥവാ മരണപ്പെട്ട ആളെ അടിക്കുകയും ചെയ്തപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് കൊന്ന ആളെ പറഞ്ഞു കൊടുത്തു. വീണ്ടും പഴയതുപോലെ തന്നെ ആയി. ഇതാണ് ചരിത്രം. ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് സഹോദരങ്ങളെ, ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി സംസാരിക്കുക, കളവ് കലർന്ന രൂപത്തിൽ ആളുകളോട് വല്ലതും പറയുക എന്നതൊക്കെ വിവരമില്ലാത്ത ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവിവേകികളായ വിവരമില്ലാത്ത അജ്ഞരായ ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതൊരിക്കലും മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അത് പറയാനാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ആയത്ത് ഒന്നാമതായി എടുത്തുകൊടുത്തത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ചുരുക്കം, നാവുമായി ബന്ധപ്പെട്ട തിന്മകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കളവ് ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് മുമ്പ് വായിച്ച അധ്യായങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. കളവ് കലർന്നു വരുന്ന, കളവ് കയറി വരുന്ന പല സന്ദർഭങ്ങളും പല ഘട്ടങ്ങളുമുണ്ട്. അത് തമാശ രൂപത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നതാണ് ഈ പറഞ്ഞത്. അങ്ങനെ പരിഹസിക്കാനും തമാശ പറയാനും കളവ് കലർത്തിയ ആളുകളെ ചിരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ജാഹിലീങ്ങളാണ്, അജ്ഞരാണ്, അവിവേകികളാണ്, വിവരമില്ലാത്തവരാണ് എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ഹദീസ് ഉദ്ധരിക്കുന്നു. അൻ ഉമ്മി കുൽസൂമിൻ ബിൻതി ഉഖ്ബ റളിയല്ലാഹു അൻഹ മർഫൂഅൻ ലൈസ الكذاب الذي يصلح بين الناس فيقول خيرا أو ينمي خيرا أخرجاه. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിവായത്ത് ചെയ്യുന്നു. ലൈസൽ കദ്ദാബു, കദ്ദാബല്ല, കളവ് പറയുന്ന ആളല്ല, അല്ലദീ യുസ്ലിഹു ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, നന്മ വരുത്താൻ പരിശ്രമിക്കുന്ന ഒരാൾ. ഫയഖൂലു ഖൈറൻ ഔ യൻമി ഖൈറൻ, അയാൾ ഒന്നല്ലെങ്കിൽ നല്ലത് പറയും, അതല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശംസ പുകഴ്ത്തൽ ഈ രണ്ടാളുകൾക്കിടയിൽ വന്ന് സംസാരിക്കും. അപ്പോൾ ആ സംസാരിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ കളവ് പറയാൻ അനുവാദമുണ്ട് എന്നതാണ് ഈ ഹദീസ്. ലൈസൽ കദ്ദാബ്, കളവ് പറയുന്ന ആളല്ല. തൊട്ടു മുന്നേ പറഞ്ഞ ആയത്ത് കളവിൻ്റെ ഗൗരവം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ചില ഘട്ടങ്ങളിൽ അഥവാ എണ്ണപ്പെട്ട ഘട്ടങ്ങളിൽ ഒരാൾക്ക് കളവ് അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാം. ആ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കണം. അതേതൊക്കെയാണ് എന്ന് പറയുന്ന രണ്ട് ഹദീസുകളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട് എന്നുകൂടി പഠിക്കുക എന്നത് ആവശ്യമാണ്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഇവിടെ ഈ ഹദീസിലുള്ളത്. ലൈസൽ കദ്ദാബ്, കളവ് പറയുന്ന ആളല്ല, അഥവാ കളവ് പറഞ്ഞതിൻ്റെ ശിക്ഷ ഒരാൾക്ക് കിട്ടുകയില്ല. കളവ് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അയാൾ ഉൾപ്പെടുകയില്ല. അല്ലദീ, എങ്ങനെയുള്ള ആളാണത്? യുസ്ലിഹു ബൈനന്നാസ്, അയാൾ ജനങ്ങൾക്കിടയിൽ നന്മ വരുത്താൻ, രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പം ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, ഇപ്പോൾ രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് കുടുംബം തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ ആ രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, ഒരു സുൽഹ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പല രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കും. മധ്യസ്ഥനായി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായിരിക്കണം? രണ്ടു ഭാഗത്തും
രഞ്ജിപ്പിൻ്റെ സംസാരങ്ങൾ സംസാരിക്കുന്ന ആളായിരിക്കണം. ആ അവസരത്തിൽ ചിലപ്പോൾ നേർക്ക് നേരെ കളവ് എന്ന രൂപത്തിലുള്ള സംസാരം സംസാരിച്ചേക്കാം. ഏതുപോലെ മറുപക്ഷത്തുള്ള ആളെടുത്ത് പോയപ്പോൾ ചിലപ്പോൾ ഇയാളെ പറ്റിയിട്ട് വളരെ കുറ്റമായിരിക്കും പറഞ്ഞിട്ടുണ്ടാ. അവൻ എന്നാൽ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവനൊരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല, ഇത് ഒരു നിലക്കും പോവില്ല എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇതേപോലെ അപ്പുറത്ത് പോയി പറഞ്ഞാലോ ജീവിതത്തിൽ രണ്ടാളും ഒന്നാവില്ല. അപ്പോൾ ചിലപ്പോൾ അയാളുടെ അടുക്കൽ പോയിട്ട് എന്താണ് പറയുക? അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അയാൾ നിങ്ങളെ സനാ ചെയ്തിരിക്കുന്നു. യുസ്നി അലൈക്ക്. സനാ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, ദ്വയാർത്ഥമുള്ള വാക്കാണ്. പ്രശംസ, പുകഴ്ത്തൽ എന്ന അർത്ഥവുമുണ്ട്, അതുപോലെ ആക്ഷേപം എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഈ മറുകക്ഷിയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു, അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അയാൾ നിങ്ങളെക്കുറിച്ച് സനാ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങളെക്കുറിച്ച് അയാൾ ഒരുപാട് സംസാരിച്ചു, വേണ്ട, അയാൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക വരെ ചെയ്യുന്നു. അയാൾ ദുആ ചെയ്യുന്നു എവിടെ വെച്ചിട്ട്? നിസ്കാരത്തിൽ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മേലും സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകളുടെ മേലും നീ രക്ഷ നൽകണേ, നിൻ്റെ രക്ഷയുണ്ടാവണേ എന്നയാൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മുസ്ലിമും അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കും, അതിൽ ഈ പറഞ്ഞ ആളും ഉൾപ്പെടും തീർച്ചയാണല്ലോ. അപ്പം ആ രൂപത്തിലുള്ള തന്ത്രം പ്രയോഗിക്കുക എന്നത് നേർക്ക് നേരെ നോക്കിയാൽ എന്താണ്? കളവ് കലർന്ന വാക്കാണത്. പക്ഷേ അത് ആ അവസരത്തിൽ അനുവദനീയമാണ്. അപ്പോൾ ഇയാൾ വിചാരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, സാധു എത്ര കാലം നമ്മൾ ഉണ്ടാത്തത്, വെറുതെ അല്ലേ തെറ്റിവെക്കുന്നത്, അയാൾ ഇങ്ങനെ എന്നെക്കുറിച്ച് സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എങ്കിൽ നമുക്കൊരു ഒത്തുതീർപ്പിലെത്തിയേക്കാം. അവിടെ എന്തുണ്ടായി? പരസ്പരമുള്ളൊരു രഞ്ജിപ്പുണ്ടായി. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? ലൈസൽ കദ്ദാബ്, കളവ് പറയുന്ന ആളല്ല, കളവ് പറഞ്ഞതിൻ്റെ ശിക്ഷ കിട്ടുകയില്ല. അല്ലദി യുസ്ലിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന ഒരാൾ. ഫയഖൂലു ഖൈറൻ, അയാൾ നന്മയാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഔ യൻമി ഖൈറൻ, അതല്ലെങ്കിൽ ഇയാളെക്കുറിച്ചുള്ള പുകഴ്ത്തലാണ് എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. അപ്പം അത് ഒരാൾ പ്രയോഗിച്ചാൽ അത് കളവല്ല എന്നാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് പരസ്പരം രഞ്ജിപ്പുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചാൽ പോലും അവിടെ എന്ത് നടക്കണം? രഞ്ജിപ്പ് നടക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ മാത്രമാണ് സഹോദരങ്ങൾ. ഫാസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അതിന് നോക്കൂ, കളവാവുന്ന രൂപത്തിലുള്ള സംസാരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. അപ്പോൾ നേരെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാലത്തു രണ്ടാൾക്കാർ ഒന്നാവരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞതിൻ്റെ കൂടെ മസാലയും കൂടി ചേർത്തി അപ്പുറം കൊണ്ടുകൊടുത്ത് എങ്ങനെ ഇരിക്കും? എത്ര ഗുരുതരമായ അപകടമാണ്. നന്മക്ക് വേണ്ടി കളവ് കലർന്ന വാക്ക് പറയാം, നേരെ മറിച്ച് ചില ആളുകൾ ചെയ്യാറുള്ളത് എന്താണ്? തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഡബിൾ അല്ല ട്രിപ്പിൾ കളവ് പറയും. ഇയാൾ ചിലപ്പോൾ ഒന്നേ പറഞ്ഞിട്ടുണ്ടാവും, മറ്റാൾ അവിടെ എത്തുമ്പോൾ എന്താവും? 2 മിനിറ്റ് പറഞ്ഞത് 8 മിനിറ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദർഭങ്ങളിൽ ഇളവ് തന്നത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാനാണ്. ഈ വിഷയം ഇവിടെ പഠിപ്പിച്ചത് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അകൽച്ചയുണ്ടാകുമ്പോൾ, അത് വ്യക്തികളാവട്ടെ, കുടുംബങ്ങളാവട്ടെ, ഭാര്യ ഭർത്താക്കളാവട്ടെ, എല്ലാ മേഖലയിലും ഇത് ബാധകമാണ്. മധ്യസ്ഥരായി പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അവർക്ക് മാത്രം അല്ലാഹു തആല നൽകിയ ഇളവാണിത്. അതുകൊണ്ട് മധ്യസ്ഥൻ നീതിമാനായിരിക്കണം, ആളുകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളാവരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിൽ പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ഒരുപാട് ധാരാളം രഹസ്യ സംഭാഷണങ്ങൾ, അതിലൊരു ഖൈറുമില്ല. അല്ലേ? ഗൂഢാലോചനകൾ, രഹസ്യ മീറ്റിങ്ങുകൾ,
രഹസ്യ യോഗങ്ങൾ, രഹസ്യ ചർച്ചകൾ അധികവും ഒരു ഖൈറുമില്ലാത്തതാണ്. ഇല്ലാമൻ അമറ ബി സ്വദഖത്തിൻ, സ്വദഖയുടെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും സഹായിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ സ്വദഖയുടെ കാര്യത്തിലുള്ള ചർച്ച, രഹസ്യ സംഭാഷണം, അതിൽ ഖൈറുണ്ട്. ഔ മഅറൂഫിൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മ വരുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന കാര്യം. ഈ വിഷയങ്ങളിലൊക്കെ രഹസ്യ സംഭാഷണം, ചർച്ചകൾ, മീറ്റിങ്ങുകൾ, അതിൽ ഖൈറുണ്ടാകും. ഇതിന് നേർ വിപരീതമായാലോ, കൊടുക്കുന്നത് തടയാൻ മീറ്റിംഗ് വെച്ചാലോ, നന്മക്ക് പകരം തിന്മക്ക് വേണ്ടിയിട്ട് മീറ്റിംഗ് വെച്ചാലോ, ജനങ്ങൾ ഒരുമിക്കുന്നതിന് പകരം ഭിന്നിക്കുന്നതിന് വേണ്ടി മീറ്റിംഗ് ഉണ്ടാക്കിയാലോ, അത് ഒരു ഖൈറുമില്ല, ഒരു നന്മയുമില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മസ്അല, ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുക. മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ തൊട്ടു മുന്നേ നമ്മൾ വായിച്ച ഹദീസിൻ്റെ ചുവടെ ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ റളിയല്ലാഹു അൻഹ അവർ തന്നെ പറഞ്ഞ വാക്ക് ഉദ്ധരിക്കുന്നു. ഖാലത്ത്, അവർ പറഞ്ഞു, വലം അസ്മഉഹു യുറഖിസു ഫീ ശൈഇൻ മിമ്മാ യഖൂലു അന്നാസു ഇല്ലാ ഫീ സലാസിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ സംസാരിക്കുന്ന അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിൽ 3 സന്ദർഭങ്ങളിലൊഴികെ കളവ് കലർന്ന വാക്കുകൾ, സംസാരങ്ങൾക്ക് ഇളവ് നൽകിയതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ 3 സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കളവ് പോലെ തോന്നിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാം. അതല്ലാത്ത ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിൻ്റെ ലാഞ്ചന പോലും അനുവദിച്ചിട്ടില്ല എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഫിൽ ഹർബ്, യുദ്ധത്തിൻ്റെ വേളയിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയേണ്ടി വരും. സത്യസന്ധനായിട്ട് പറഞ്ഞൊരു താള് വന്നിട്ട് നമ്മൾ തലയെടുത്തിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ മാറ്റി പറയണം. അല്ലെങ്കിൽ ആ രൂപത്തിൽ യുദ്ധത്തിൻ്റെ വേളയിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അനുവദനീയമാണ്. വൽ ഇസ്ലാഹി ബൈനന്നാസ്, തൊട്ടു മുന്നേ പറഞ്ഞ കാര്യം, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, നന്മയുണ്ടാക്കാൻ. വഹദീസുർ റജുലി ഇംറഅതഹു വഹദീസുൽ മർഅതി സൗജഹാ, ഒരു ഭർത്താവിന് ഭാര്യയോട്, അതുപോലെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും. എന്താണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും പറയാമെന്ന് പറഞ്ഞത്? പണ്ഡിതന്മാരതിന് ഉദാഹരണം പറഞ്ഞു. ചിലപ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ലോകത്ത് നിന്നേക്കാൾ ഭംഗിയുള്ള സുന്ദരിയായ ഒരു പെണ്ണില്ല. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അത് നേർക്ക് നേരെ കളവ് എന്ന രൂപത്തിലുള്ള വാക്ക് തന്നെയാണ്. പക്ഷെ അത് ജായിസാണ്. ഞാൻ നിന്നല്ലാത്ത വേറൊരുത്തിയും എൻ്റെ കണ്ണുകൊണ്ട് നോക്കലില്ല. അത് നല്ല കാര്യമാണ് അങ്ങനെ പറയൽ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കാം. അത് നല്ല കാര്യമാണ്. നല്ല ഒരു ദാമ്പത്യത്തിന് അത് സഹായിക്കും. നേരെ മറിച്ചിട്ടോ വരുന്ന വഴിക്കുള്ള കണ്ടതൊക്കെ പറഞ്ഞാലോ അന്ന് കുടിക്കാൻ വെള്ളം കിട്ടൂല, അന്ന് വീട്ടിൽ അടിയായിരിക്കും. നേരെ മറിച്ച് തിരിച്ചാണ് പറയേണ്ടത്. അതിനർത്ഥം നമ്മുടെ കണ്ണുകൾ തുറന്നു വെക്കുക എന്നുള്ളതല്ല. നമ്മൾ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണുകൾ താഴ്ത്തണം. പരസ്പരം ഭാര്യ ഭർത്താവിനുള്ളതാണ്, ഭർത്താവ് ഭാര്യയ്ക്കുള്ളതാണ്. ആ ഒരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കുകയും ആ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ പരിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാ കളിയും കളിക്കുക, പക്ഷെ ഭാര്യ അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാത്ത കാര്യമാണ്. അത് സംഭവിക്കാത്ത കാര്യമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. ഒരാൾ 1000 ദീനാർ അതല്ലെങ്കിൽ ദിർഹം കൊടുത്ത് വ്യഭിചരിച്ചാൽ അയാളുടെ വീടിൻ്റെ മതിൽ ഒരു രൂപ പോലുമില്ലാതെ വ്യഭിചരിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
പറഞ്ഞു വന്നത് ഈ 3 വേളകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയതുപോലെ മറ്റൊരു സന്ദർഭങ്ങളിലും ഇളവ് നൽകിയിട്ടില്ല, മറ്റൊരു സന്ദർഭങ്ങളിലും ഇളവ് നൽകിയതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്. ഈ 2 ഹദീസുകളും അതല്ലെങ്കിൽ ഈ 2 വാക്കുകളും ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ റളിയല്ലാഹു അൻഹ എന്ന മഹദിയാണ് റിവായത്ത് ചെയ്തത്. നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ചുവടെ അതിനോട് ചേർത്ത് വന്ന റിവായത്താണ് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സഹീഹിൽ നമ്മളിപ്പോൾ വായിച്ച റിവായത്ത്. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഅൻ അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ദഅത്നി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫി ബൈതിനാ فقالت ها تعالى أعطيك فقال رسول الله صلى الله عليه وسلم وما أردت أن تعطيه قالت أعطيه تمرا فقال لها رسول الله صلى الله عليه وسلم أما إنك لو لم تعطيه لكتبت عليك كذبة. അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ ഇരിക്കവേ എൻ്റെ ഉമ്മ എന്നെ വിളിക്കുകയുണ്ടായി. അവർ വിളിച്ചതിങ്ങനെയാണ്, ഹാ തആല ഉഅതിക. ഹാ എന്ന് പറഞ്ഞാൽ വരൂ, ഇങ്ങി വാ, ഇവിടെ വാ, നിനക്ക് ഇതാ തരാം എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. സാധാരണ കുട്ടികളെ വിളിക്കുമല്ലോ, കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് വാ മോനെ തരാലോ എന്ന് പറഞ്ഞ് വിളിക്കാറില്ലേ, ആ വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയുണ്ടായി, വമാ അറത്തി അൻ തുഅതി, നീ അവന് എന്താണ് നൽകാൻ ഉദ്ദേശിച്ചത്? ഖാലത്ത്, അവർ പറഞ്ഞു, ഉഅതീഹി തംറൻ, ഈത്തപ്പഴം നൽകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ലകുതിബത് അലൈകി കദിബത്തുൻ, നീ എങ്ങാനും അവന് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ നിന്റെ മേൽ ഒരു കളവ് രേഖപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. പലപ്പോഴും കുട്ടികൾ ഇങ്ങോട്ട് അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മിൽ പലരും അല്ലെങ്കിൽ നമ്മൾ അധിക പേരും ചെയ്യുന്നൊരു പണിയാണിത്. ഇങ്ങോട്ട് വാ തരാലോ, അടുത്തൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പറയും ഇങ്ങ് വാ ഞാൻ വാങ്ങിത്തരാം, വാങ്ങിക്കൊടുക്കൂല. ഈ രൂപത്തിലുള്ള വാക്കുകൾ കളവായി രേഖപ്പെടുത്താൻ മതിയായതാണ്. കുട്ടികളോട് ഈ രൂപത്തിൽ ഒരിക്കലും നമ്മൾ പറയരുത്. പണ്ഡിതന്മാർ അതിന് ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ശറഇൽ ഇത് കളവാണ്, കളവായി രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കളവിന് ഗൗരവമുണ്ട്. നമ്മൾ മുന്നേ വായിച്ച അധ്യായങ്ങളിൽ അത് വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. ഒരാൾ കളവ് പറഞ്ഞാൽ, കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പെരുങ്കള്ളൻ, കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. ഒരു ദിവസം 10 തൊട്ട് ഈ ജാതി വിളി വിളിച്ചാലോ 10 ദിവസം കൊണ്ട് 100 കളവായില്ലേ? ആ കുട്ടി വളരുമ്പോഴേക്കും ഒരു 2-3 കൊല്ലം കൊണ്ട് എന്താവും? കളവിൻ്റെ കൂമ്പാരായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് പാടില്ല. ഒന്നാമത്തത് കളവാണ്. രണ്ടാമത്തത്, ഏതൊരു കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണുള്ളത്. അല്ലാഹു തആല തിന്മകളില്ലാതെ ശുദ്ധ പ്രകൃതിയിലാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ കുഞ്ഞിന് ഇതുപോലെയുള്ള കളവുകൾ പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ശുദ്ധ പ്രകൃതിയെ തകർക്കലാണത്. അങ്ങനെയാണ് കുട്ടികൾ കളവ് പറഞ്ഞ് ശീലിക്കുന്നത്. നമ്മളൊരു കളവ് പറയരുത്, കുറ്റം കിട്ടും. നമ്മൾ 10,000 കളവ് ഇപ്പുറന്ന് പറയുന്നുണ്ട്. ആ കുട്ടികളോട് തന്നെ കളവ് പറയും. അപ്പോൾ കുട്ടി വിചാരിക്കൂ ഇതൊരു പ്രശ്നമൊന്നുമല്ലാത്ത കാര്യമാണ്. അപ്പോൾ കുട്ടിയും കളവ് പറയും. നീ എവിടെ? ഞാൻ ഇത് അവിടെ തന്നെ ഉണ്ട്. അവനവിടെ ഉണ്ടാവില്ല. അല്ലെ നീ എടുത്തിട്ടുണ്ടോ? ഇല്ല ഞാൻ എടുത്തിട്ടില്ല. അവൻ എടുത്തിട്ടുണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ടോ ഉള്ളിൽ. ഈ ജാതി കളവുകൾ കുട്ടികൾ പഠിക്കലാണ്, അവരുടെ ഫിത്രത്തിനെ തലതിരിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രക്ഷിതാക്കൾ, ഓരോ ഉമ്മയും വാപ്പയും സഹോദരങ്ങളും, പ്രത്യേകിച്ച് വല്യമ്മമാർ, പ്രായമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഓരോരുത്താണ് ഈ പണി ഉണ്ടാകുക. പ്രായമുള്ള ആളുകളാണ് കൂടുതൽ ഈ പണിയെടുക്കുക.
അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ, ആ സന്ദർഭത്തിൽ ഈ വിഷയം പഠിപ്പിച്ച് കൊടുക്കുകയാണ്. എത്രത്തോളം എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യന്മാരോടല്ല മൃഗങ്ങളോട് വരെ ഈ പരിപാടി എടുക്കാൻ പാടില്ല എന്നാണ്. പഴയ കാലത്ത് ഒരു മുഹദ്ദിസിൻ്റെ അടുക്കൽ ചില മതവിദ്യാർത്ഥികൾ ഹദീസ് കേൾക്കാൻ പഠിക്കാൻ ചെല്ലുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന കാലികളെ ഒന്നുമില്ലാത്ത ബക്കറ്റ് കാട്ടി വിളിക്കുകയാണ്, വാ വരൂ എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ലാത്ത കാലിയായ വെള്ളവും കുടിക്കാൻ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞും വെള്ളമോ ഒന്നുമില്ലാത്ത ബക്കറ്റ് കാണിച്ചിട്ട് ആ മൃഗത്തെ അതല്ലെങ്കിൽ മൃഗങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അയാളിൽ നിന്ന് ഇൽമു പഠിക്കാതെ ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചുപോയി എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, മൃഗങ്ങളെ പോലും പറ്റിക്കരുത് എന്നാണ്. മൃഗങ്ങളോട് പോലും കളവ് പറയരുത് എന്നതാണ് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ വളർത്ത് മൃഗങ്ങളുണ്ടെങ്കിൽ, പൂച്ചയോ തത്തയോ പ്രാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് പറ്റിക്കരുത്. ഉണ്ടെങ്കിലേ വിളിക്കാൻ പാടുള്ളൂ. അതുപോലും നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ മനുഷ്യന്മാരോട് അവർ പറയുമോ? ഇല്ല. എന്നാൽ നമ്മൾക്കിടയിൽ നിന്ന് കളവ് എന്നത് നിസ്സാരമാണ്. കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓൻ പെരുങ്കള്ളനാണ്. ഒരാൾ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ചോദിക്കും. കളവ് പറഞ്ഞ് ജീവിച്ചാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലി അഹ്മദ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണിത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലിസബിയ്യിൻ ഹാ തആല ഉഅതിക ثم ലം യുഅതിഹി ഫഹിയ കദ്ബത്തുൻ. ആരെങ്കിലും കുട്ടിയോട് വരൂ നിനക്ക് തരാം എന്ന് പറയുകയും എന്നിട്ട് അവന് നൽകാതിരിക്കുകയും ചെയ്താൽ അത് കളവാണ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ഹദീസിലെ അതേ ലഫ്ള് തന്നെയാണ്. അതൊന്നുകൂടി ചെറിയ രൂപത്തിൽ വന്നു എന്നു മാത്രം. അതൊരു സംഭവം വിവരിച്ചതാണ്. മറ്റൊരിക്കൽ ഈ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, ചെറിയ കുട്ടികളോട് ഈ രൂപത്തിൽ നമ്മൾ കളവ് കാണിക്കരുത്, കളവ് പറയരുത്. ആ രണ്ട് കാരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒന്ന്, കളവായി രേഖപ്പെടുത്തും. രണ്ടാമത്തേത്, അവരുടെ ശുദ്ധ പ്രകൃതിയെ അതില്ലാതാക്കലാണ്, അതിനെ തലതിരിക്കലാണ്, നശിപ്പിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കേണ്ടത്. നമ്മൾ സത്യസന്ധരാണെങ്കിൽ, സത്യം മാത്രം പറയുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും സത്യം മാത്രമേ പറയുകയുള്ളൂ. നമ്മളെ കണ്ട് പഠിക്കുന്നവരും അത് തന്നെ പറയുകയുള്ളൂ. അതല്ലെങ്കിൽ അവരും കളവ് പറയും, അവരും കളവ് പറഞ്ഞു പഠിക്കും. അപ്പോൾ നമുക്ക് സത്യം പറയണം എന്ന് പറഞ്ഞ് അവരോട് പറയാൻ നമ്മുടെ മനസാക്ഷി അനുവദിക്കുകയില്ല. അങ്ങനെ അവർ നശിച്ചു പോകാൻ കാരണമായി തീരും. വീടുകളിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വലുതാകുമ്പോൾ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി അവർ കളവിൻ്റെ ആളുകളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. വലഹു അൻ അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ ഖുൽതു യാ റസൂലല്ലാഹ് ഇൻ ഖാലത് ഇഹ്ദാനാ ലിശൈഇൻ തസ്തഹീഹി ലാ അസ്തഹീഹി അയഉദ്ദു ദാലിക കദിബൻ ഖാല നഅം ഇന്നൽ കദിബ യുക്തബു കദിബൻ ഹത്താ തുക്തബൽ കുദൈബതു കുദൈബതൻ. അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ എന്ന മഹദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ വന്ന ഹദീസാണ്. അതുകൊണ്ടാണ് വലഹു എന്ന് പറഞ്ഞത്. അഥവാ തൊട്ടു മുന്നേ വലി അഹ്മദ നമ്മൾ വായിച്ചല്ലോ, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ. അതിലേക്കാണ് ഈ വലഹു പോകുന്നത്. അവർ പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇൻ ഖാലത് ഇഹ്ദാനാ ലിശൈഇൻ തസ്തഹീഹി ലാ അസ്തഹി. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവൾ, അവൾക്ക് വല്ല കാര്യവും ആവശ്യമുണ്ട്, വല്ലതിനോടും താല്പര്യമുണ്ട്, പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ട.
അയഉദ്ദു ദാലിക കദിബൻ, ആ ഒരു വാക്ക് കളവായി എണ്ണപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇന്നൽ കദിബ യുക്തബു കദിബൻ, തീർച്ചയായും ഒരു കളവ് അത് കളവായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും. ഹത്താ തുക്തബൽ കുദൈബത്തു കുദൈബത്തൻ, ഏതുവരെ? ഒരു ചെറിയ കളവാണെങ്കിലും അത് ചെറിയ കളവായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും. ഈ സംഭവം, ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല, വിശക്കുന്നില്ല. ചായ എടുക്കട്ടെ? വേണ്ട, ചായ വേണ്ട, ഇപ്പം ദാഹിക്കുന്നില്ല. നമ്മൾ പറയാറില്ലേ? അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നു, അല്ലെങ്കിൽ നമ്മൾ വിരുന്ന് പോയി. ചായ എടുക്കട്ടെ? വേണ്ട, ഇപ്പം കുടിച്ചിട്ടേ ഉള്ളൂ. രാവിലെ കുടിച്ചായിരിക്കും മൂപ്പര്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പോവാ? ഇല്ല, ഇപ്പോൾ വിശപ്പൊന്നുമില്ല. യഥാർത്ഥത്തിൽ ചിലപ്പോൾ വിശപ്പുണ്ടാവും, അല്ലെങ്കിൽ ദാഹം ഉണ്ടാവും. ഒരാൾക്കൊരു കാര്യം ആവശ്യമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ കളവാണെങ്കിലും ആ ചെറിയ കളവ് വരെ കളവായി രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമുക്ക് എത്ര സന്ദർഭങ്ങളിൽ ഇത് വരാറുണ്ട്. സ്ഥിരം നിരന്തരം സംഭവിക്കുന്നതാണിത്. ഇന്ന് നമ്മളെടുത്ത് നോക്കൂ, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വിശക്കുന്നില്ല. ചിലപ്പോൾ പുറത്തു പോയിട്ട് കഴിക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പുറത്തുനിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണിൽ അത് ചെറിയ ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് കളവാന്നല്ല നമുക്ക് തോന്നൂല. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കളവാണ് എന്ന് പോലും നമുക്ക് തോന്നൂല. അത്രയും നിസാരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണിവ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുദൈബത്ത് എന്ന് പറഞ്ഞാൽ കദിബിൻ്റെ തസ്ഗീറാണ്. കദിബ് എന്ന് പറഞ്ഞാൽ കളവ്, കുദൈബ് എന്ന് പറഞ്ഞാൽ ചെറിയ കളവാണ്. അപ്പം ചെറിയ കളവായാൽ പോലും അത് കളവായി രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ചെറുതും വലുതും നോക്കിയിട്ടല്ല. സഹോദരങ്ങളെ, നമ്മൾ വായിച്ച ഹദീസ് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കളവ് ചെറുതായാലും വലുതായാലും നമ്മുടെ അമലുകളിൽപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകൾ രേഖപ്പെടുത്താൻ അല്ലാഹു തആല അവൻ്റെ മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ആ അധ്യായത്തിൽ ഒരു ഹദീസ് കൂടി ഉദ്ധരിക്കുന്നു. വലി തിർമിദി വഹസ്സനഹു മർഫൂഅൻ, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം അത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലില്ലദി യുഹദ്ദിഥു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബു വൈലുൻ ലഹു വൈലുൻ ലഹു. വൈലുൻ, നാശം, അതല്ലെങ്കിൽ നരകം, അതല്ലെങ്കിൽ കഠിനമായ ശിക്ഷ. ലില്ലദി, ആർക്കാണ്? യുഹദ്ദിഥു ബിൽ ഹദീസ്, അയാൾ ഒരു സംസാരം സംസാരിക്കും, അതല്ലെങ്കിൽ അയാൾ സംസാരിക്കും. ലിയുദ്ഹിക ബിഹിൽ ഖൗമ, ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി അയാൾ സംസാരിക്കും. ഫയക്ദിബ്, അങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി പലതും പറയുന്നതിനിടയിൽ അയാൾ കളവ് പറയും. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കും. വൈലുൻ ലഹു വൈലുൻ ലഹു, അവന് നാശം, അവന് നാശം. ഇതും സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കേട്ട് ആളുകൾ ചിരിക്കും, അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആവേശം വരിക. അപ്പോൾ ചിലപ്പോൾ ഇല്ലാത്തത് പറയും, കളവുകൾ വരും. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയാണ് ആ ഹദീസിൽ വൈൽ എന്ന് പറഞ്ഞത്. വൈൽ എന്ന് പറഞ്ഞാൽ നരകം, നാശം, കഠിനമായ ശിക്ഷ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 3 തവണ ആ ഹദീസിൽ വന്നു. അത്ര ഗൗരവമുണ്ട് ആളുകളെ ചിരിപ്പിക്കുവാൻ കളവ് പറയുക എന്നുള്ളത്. ഇന്നിത് വ്യാപകമാണ്. സോഷ്യൽ മീഡിയകളിൽ
പലരും വെറുതെ ഇത് തുറന്നിട്ട് വീഡിയോ എടുക്കും, ആളുകളെ പറയും, ആളുകളെ ട്രോളിയിട്ട് ചിരിക്കും, ഉള്ളതും ഇല്ലാത്തതൊക്കെ അതിലുണ്ടാവും. തീർത്തും കളവായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട്, കളവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് വൻപാപമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദീനെന്നത് സത്യസന്ധതയുടെ ദീനാണ്. കളവിൻ്റെ ആ രൂപത്തിലുള്ള കാര്യങ്ങളുടെ ദീനല്ല. എന്നാൽ ഇസ്ലാമിൽ തമാശ ഉണ്ടോ? തമാശയുണ്ട്. തമാശ അനുവദനീയമാണ്. തമാശ പറയാം, കുഴപ്പമില്ല, പക്ഷേ സത്യസന്ധമായിരിക്കണം. അതുപോലെ ആളുകളെ അപമാനിക്കുന്ന തമാശയാവരുത്, ആളുകളെ പരിഹസിക്കുന്ന തമാശയാവരുത്, ആളുകളുടെ അഭിമാനം പിച്ചു ചീന്തുന്ന തമാശയാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തമാശകൾ പറയാറുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞ മനോഹരമായ ഒരു തമാശ, ഒരു സംഭവം നമുക്ക് ഇപ്രകാരം കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രായം ചെന്ന അജൂസായ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻ അഹ്ലിൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസ്. തീർച്ചയായും സ്വർഗത്തിൽ വയസ്സായ പ്രായം ചെന്ന ആളുകൾ പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടവും ദുഃഖവും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ ഓതിക്കൊടുത്തു. ഇതാ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ. തീർച്ചയായും സ്വർഗീയ സ്ത്രീകളെ പ്രത്യേക പ്രകൃതിയോടെയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജഅൽനാഹുന്ന അബ്കാറ. അവരെ നാം കന്യകകളാക്കിയിരിക്കുന്നു. ഉറുബൻ അച്റാബ. നല്ല സ്നേഹം നൽകുന്ന സമപ്രായക്കാരായ ആളുകളാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ 33 വയസ്സാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ സ്വർഗത്തിൽ വയസ്സായ ആളുണ്ടോ? ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്സായ ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അല്ലെങ്കിൽ വയസ്സന്മാർ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. കാരണം ഈ പ്രായം ചെന്ന രൂപത്തിൽ, വയസ്സായ രൂപത്തിൽ ഒരാൾ സ്വർഗത്തിൽ ഉണ്ടാവില്ല. പിന്നെയോ അവർക്കൊക്കെ അള്ളാഹു പ്രായം ചെറുപ്പമാക്കി നല്ല 33 വയസ്സുള്ള ചോരത്തളപ്പുള്ള പ്രായമാക്കി അവർക്ക് നൽകും. അപ്പോൾ അവർക്ക് സന്തോഷമായി. നോക്കൂ, തമാശയാണ്, പക്ഷേ അത് സത്യസന്ധമായ തമാശയാണ്. പറഞ്ഞത് സത്യമാണ്, അതിൽ കളവില്ല. ഇതുപോലെ ആയിരിക്കണം തമാശ പറയാം. തമാശ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ജായിസാണ്. എപ്പോഴും തമാശ പറഞ്ഞിട്ട് തമാശ തന്നെ ജീവിതമാക്കരുത്. അപ്പോൾ ആൾ കോമാളിയായി പോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തമാശ പറഞ്ഞാൽ അതിന് രസമുണ്ടാകും എന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞത്. അഥവാ ഒരു നിലക്കും കളവ് പറയുക, തമാശക്കാവട്ടെ അല്ലാത്ത രൂപത്തിലാവട്ടെ, ഒരു നിലക്കും അത് പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിവരമില്ലാത്ത അജ്ഞരായ ആളുകളുടെ സ്വഭാവമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഇത്തരത്തിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.